പിന്നെ രാജവെമ്പാലയുടെ കാര്യത്തിൽ കൂടി ഒരു കാര്യം, രാജവെമ്പാലയെ കുറിച്ച് പറയണമെങ്കിൽ അത് തന്നെ ഒരു ലൈവിന്റെ ആവശ്യമുണ്ട്. രാജവെമ്പാല ബേസിക്കലി വലിയ പാമ്പാണ്, പാമ്പ് തീനിയാണ്. അത് ഇന്ത്യൻ കോണ്ടസ്റ്റിലാണ് നമ്മളതിനെ കൂടുതൽ കാണുന്നത്. അതിന്റെ നീച്ച് പ്രധാനമായിട്ട് മൂർഖനെയൊക്കെ അതിന് വളരെ, ഒരു മൂർഖനും രാജവെമ്പാലയും തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈവൻ മൂർഖൻ ഒരു കടി കടിച്ചാൽ പോലും രാജവെമ്പാലയ്ക്ക് അതൊരു ഒരു ലിമിറ്റഡ് ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഫുള്ളി ഇമ്മ്യൂൺ അല്ല, അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഇപ്പൊ ഇലാപ്പഡ് വർഗത്തിലുള്ള പാമ്പുകളെല്ലാം പരസ്പരം ഇമ്മ്യൂൺ ആണ് എന്ന് കരുതേണ്ട കാര്യമില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവാം, പക്ഷെ ഫുള്ളി ഇമ്മ്യൂൺ അല്ല. മാത്രമല്ല ഒരു കോബ്രയുടെ വിഷവും ഒരു കിങ് കോബ്രയുടെ വിഷവും തമ്മിൽ രണ്ടും ന്യൂറോടോക്സിൻ ആണെങ്കിലും, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഇതിന്റെ ഉള്ളടക്കം വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം അതിന്റെ ഡോസിലാണ്. ഒരു മൂർഖൻ ഒരു ഒറ്റ കടിയിൽ, ഒരു മൂർഖൻ ഒരു പക്ഷേ ഒരു 30 mg 50 mg ഒക്കെ ആയിരിക്കും കുത്തിവെക്കുന്നതെങ്കിൽ 400 മുതൽ 600 mg വരെ ഒറ്റ കടിയിൽ കുത്തിവെക്കാൻ എത്ര ഇരട്ടിയാന്ന് ആലോചിച്ചു. അതാണെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കുന്നത് ഒരു വലിയൊരു കപ്പിലോ ഒരു ബക്കറ്റിലോ ചെറിയൊരു ബക്കറ്റിലോ കൂടി അത്രയും ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ തന്നെ ഒരു മൂർഖൻ ഒരു രാജവെമ്പാലയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ രാജവെമ്പാലയുടെ ഒറ്റ കടിയിൽ കയറുന്ന വിഷം പ്രതിരോധിക്കാനുള്ള യാതൊരു പാങ്ങും മൂർഖനുണ്ടാവില്ല. മൂർഖൻ ചെറിയ പാമ്പാണ്. മൂർഖന് പിന്നെ വീയും പിന്നെ കണ്ണാടിയൊക്കെ ഉണ്ട് എന്നല്ലാതെ രാജവെമ്പാലയ്ക്ക് മുന്നിൽ യാതൊരു നോസ്കോപ്പ്. പിന്നെ കിങ് കോബ്ര ശരിക്കും കോബ്ര അല്ല, അതാണ് അതിനേക്കാൾ രസം. എന്നാൽ കോബ്രയ്ക്ക് ഈ ഗുണമുണ്ട്, എന്താ പറയുന്നത്, ഒഫിയോഫേഗസ് എന്ന് പറയുന്ന പാമ്പ് തീനി എന്നുള്ള ഒരു പാമ്പ് ചിലപ്പോൾ തിന്നിരിക്കും. ഒരു ചേരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കടിച്ചവിട്ടിട്ട് ചിലപ്പോൾ എടുത്ത് തിന്നിരിക്കും. ബേസിക്കലി മൂർഖൻ ഒരു പാമ്പ് തീനി അല്ല, പക്ഷെ ചിലപ്പോൾ ഇതാണ് ഇവല്യൂഷൻ. അങ്ങനെ പാമ്പ് തീനിയായിട്ട് ടാക്സി, സ്വകാര്യ വാഹനം എന്ന് പറഞ്ഞോണം എപ്പോഴും ടാക്സി ആയിട്ട് ഓടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ സ്വകാര്യ വാഹനമായിട്ട് ഓടാം, അല്ലെങ്കിൽ സ്വകാര്യ വാഹനമായിട്ട് എപ്പോഴും ഓടണമെന്നില്ല, ഇച്ചിരി ടാക്സി ആയിട്ട് ഓടാം. ഇങ്ങനെയൊക്കെയുള്ള ട്രാഫിക് റൂൾസ് ഒന്നും ഈ പാമ്പിന്റെ ഇവല്യൂഷൻ ലോകത്ത് നടക്കത്തില്ല. നമ്മുടെ മനുഷ്യരുടെ ലോകത്താണ് ടാക്സി ആണെങ്കിൽ ടാക്സി ആയിട്ടേ പോകാൻ പറ്റും. അപ്പോൾ മൂർഖൻ മറ്റു പാമ്പുകളെ തിന്നില്ല എന്നില്ല, പക്ഷെ അത് പാമ്പ് തീനി എന്ന് പറയുന്നത്, പാമ്പ് തീനി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ രാജവെമ്പാലയാണ്. ഈ രാജവെമ്പാലയുടെ ഒരു പ്രത്യേകത നോക്കുക വെച്ച് കഴിഞ്ഞാൽ അത് പാമ്പിനെ തിന്നു എന്നാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള. കാരണം ഈ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്യൂബിൽ നിറച്ച പ്രോട്ടീൻ അല്ലേ, അതിങ്ങനെ വലിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ഒരു നല്ല ഒരെണ്ണത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം വേണമെങ്കിൽ ഇതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിങ്ങനെ അവിടെ കടന്ന് ലയിച്ച് ഇവനിങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഈ റോഡൻസ് ലൈക്ക് എലി പോലെയൊക്കെയുള്ള ജീവികളെ രാജവെമ്പാലയുടെ മുന്നിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ രാജവെമ്പാലയ്ക്ക് കഴിക്കും, ചില എലിയൊക്കെ തിന്നും, രാജവെമ്പാല തിന്നില്ല എന്നല്ല, പക്ഷെ വലിയ താല്പര്യമില്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല പുള്ളിക്ക്. ഈ കാഴ്ചബംഗ്ലാവ് സൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രാജവെമ്പാലയ്ക്ക് ഭക്ഷണമായിട്ട് എലിയെ കൊണ്ട് കൊടുക്കുമ്പോൾ രാജവെമ്പാല അത് തിരസ്കരിക്കുമ്പോൾ ഈ പാമ്പിന്റെ ചത്ത് കിടക്കുന്ന പാമ്പിനകത്ത് എലിയെ കൊണ്ടിട്ട് സ്പർശിപ്പിച്ച് ഇളക്കിയൊക്കെ വെച്ചിട്ട് പാമ്പിന്റെ മണമുള്ള എലിയെ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ രാജവെമ്പാല അത് മണത്തെടുത്ത് കഴിക്കാറുണ്ട് എന്ന്. ഉള്ളതോ കള്ളമോ എലി പുള്ളിക്ക് വലിയ താല്പര്യമില്ല, പുള്ളിക്ക് പാമ്പ് തന്നെയാണ് വേണ്ടത്. അതാണ് രാജവെമ്പാലയുടെ ഒരു പ്രത്യേകത. രാജവെമ്പാല ഇന്ത്യൻ കോണ്ടസ്റ്റിലാണ്. ഇപ്പൊ ആഫ്രിക്കയിലുള്ള പല പാമ്പുകളും രാജവെമ്പാലയുമായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ള